നമ്മളെല്ലാവരും മൂടില്ലാന്നൊരു പഠിക്കാതിരിക്കാറില്ലേ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്യാൻ തോന്നും. ഇല്ലെങ്കിൽ പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ മൂഡിലെ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ചുമ്മാ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ വർക്കൗട്ട് ആവും. പോയിന്റ് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് എ ക്ലിയർ ടാർഗറ്റ്. നമ്മളെ കൊണ്ട് ചുമക്കാൻ പറ്റുന്നതേ നമ്മൾ ചുമക്കായി. അല്ലാതെ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഇത് മൊത്തം ഞാൻ ഒറ്റയടിക്ക് ഇന്ന് തന്നെ ഇപ്പം തന്നെ പഠിച്ചു തീർക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്ക കേസിലും നടക്കൂല. ഒരു ക്ലിയർ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. അതായത് ഒരു 10 പേജ്, 10 വെച്ചാൽ ഒരു 5 പേജ്, അല്ലെങ്കിൽ ഒരു സെക്ഷൻ, അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ഇനി നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. നമുക്കറിയാലോ നമുക്ക് എങ്ങനെ എത്ര ഫാസ്റ്റിൽ പഠിക്കാൻ പറ്റും. നമുക്ക് ഇതിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അത് നമ്മളത് ക്ലിയർ ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്കറിയാം നമുക്കിന്ന് പഠിക്കേണ്ടത് ഒരു 5 പേജാണ്, അല്ലെങ്കിൽ ഇത്ര സെക്ഷനാണ്. നമുക്കറിയാം അതെന്താ, എത്രമാത്രമുണ്ട്, എന്തോരം കഷ്ടപ്പാടാണ് അത് പഠിക്കാൻ. അത് നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും അത് തീർക്കാനായിട്ട്. അതാണ് ഈ ഒരു ക്ലിയർ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോഴൊന്നു. പോയിന്റ് നമ്പർ 2 ഒരു മെത്തേഡാണ്, ഈ വൂക്ക് മെത്തേഡ്. വൂക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W for wish, O outcome, O obstacle and P for plan. അതായത് നമ്മൾ ഒരു കാര്യം പഠിക്കാൻ പ്ലാൻ ചെയ്യും. നമ്മുടെ വിഷ് എന്താ? ഈ കേസിൽ നമുക്കൊരു 5 പേജ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷ്. അതിൻ്റെ ഔട്ട്കം എന്താ? സപ്പോസ് നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു എക്സാം വിചാരിക്കും. എക്സാമിന് വേണ്ടി നമുക്ക് പഠിക്കുന്നത്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, പഠിച്ചു തീർക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും. ഇതൊക്കെ നമ്മുടെ ഔട്ട്കമാണ്. ഇനി ഒബ്സ്റ്റക്കിൾ എന്താ? പലതും ആവാം, ഡിപ്പെൻസ് ഓൺ യു. ചിലപ്പോൾ ഫോണായിരിക്കാം, ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഈ ഫോൺ ആണ് നമ്മുടെ ഒബ്സ്റ്റക്കിൾ. നമ്മൾ ഈ കേസിൽ വിചാരിക്കുകയാണെങ്കിൽ ഫോൺ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഫോൺ അപ്പുറത്തെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നു, ഫോൺ റിമോട്ട് എടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഈ ഒബ്സ്റ്റക്കിളിനെ ഓവർകം ചെയ്യാൻ നമ്മളൊരു പ്ലാൻ ആക്കിയിട്ട് ആ പ്ലാൻ വഴി നമ്മൾ സക്സസ് ആയി നമ്മുടെ മിഷൻ ചെയ്ത് നമ്മുടെ ഔട്ട്കം നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വഴി. അതാണ് വൂക്ക് മെത്തേഡ്. ഓക്കെ. പോയിന്റ് നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ വിറ്റ്സ് ബിൽഡ് കോൺഫിഡൻസ്. അതായത് നമ്മളൊരു കാര്യം സെറ്റ് ചെയ്തു, നമുക്ക് പഠിക്കാൻ ഒരു 1 പേജ് നമ്മളത് പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് സമ്മർ എഴുതി നോക്കുക. നമുക്ക് ആ പോയിന്റ്സ് എല്ലാം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, മെയിൻ പോയിന്റ്സ് എല്ലാം. അത് നമ്മൾ സക്സസ് ആണ്. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഒരു വിന്നാണ്. പിന്നെ അടുത്ത പേജ് പഠിക്കാൻ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നിന്നെ കൊണ്ടത് പറ്റും. ഒരു പേജ് പഠിച്ചിട്ട് അത് റീകോൾ ചെയ്യാൻ പറ്റുക, പിന്നെ എന്താ പ്രശ്നം, എന്നെ കൊണ്ടത് പറ്റും. ആ സാധനം നമ്മുടെ ഒപ്പം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ് പ്രോഗ്രസ് ട്രാക്കർ. ഇത് മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു ഡെയിലി പ്രോഗ്രസ് ട്രാക്കർ. ഇപ്പോൾ സപ്പോസ് ഒരു മാസം കഴിയുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട്, കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. നമ്മളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പാടാണെന്ന് വിചാരിക്കും. ആ സബ്ജക്റ്റ് ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ പഠിച്ചു തരിക. അപ്പോൾ അതിനെന്തോരം പഠിക്കാനുണ്ട് അത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓരോ ദിവസവും എത്ര സെക്ഷൻ വെച്ച് പഠിക്കാനുണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ആ സെക്ഷൻ ഓരോ ദിവസവും പഠിക്കാനായിട്ട് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ആ സെക്ഷൻ ഇന്ന ദിവസം പഠിച്ച് തീർത്ത് കഴിയുമ്പോൾ അടുത്ത ദിവസത്തേക്ക് നമുക്ക് പഠിക്കാനൊരു മോട്ടിവേഷൻ കിട്ടും. കാരണം അടുത്ത ദിവസം പഠിച്ചില്ല, അതിൻ്റെ അടുത്ത ദിവസം ഡിലേ ആവും. നമ്മൾ കറക്റ്റ് ഒരു മാസത്തേക്ക് സെറ്റ് ചെയ്തേക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രസ് ട്രാക്കർ നമ്മളെ ഭയങ്കര ഹെൽപ്പ്. ഇത് ഭയങ്കരപ്പെട്ട കോൺഫിഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യും, മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. സാധനം പഠിച്ചിട്ടുണ്ട്, സെറ്റാണ്, പരീക്ഷയ്ക്ക് നമുക്ക് പോയിട്ട് എഴുതാൻ പറ്റും. ആ കാരണം കൂട്ടി വരും. ഓക്കെ. പോയിന്റ് നമ്പർ 4 ആണ് പൊമോഡോറോ ടെക്നിക്. പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് 25 minutes ആണ് നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സയൻസ് പറയും. അപ്പോൾ ഫസ്റ്റ് 25 minutes നമ്മൾ ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ടൈമിൽ നമ്മളിന്ന് പഠിക്കുക.
അത് കഴിഞ്ഞൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അടുത്ത 25 മിനിറ്റ്സ് പിന്നെയും പഠിക്കുക. അടുത്ത 5 മിനിറ്റ്സ് പിന്നെയും ബ്രേക്ക് എടുക്കുക. ഇതാണ് പൊമഡോറോ ടെക്നിക്. 25 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ബ്രേക്സ്. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡല്ല, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ആപ്പിൻ്റെ പടമുണ്ട്, പൊമഡോറോ എന്ന് തന്നെ പേര്. അതിനകത്ത് ഇങ്ങനെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. 25 മിനിറ്റ്സ് ഓട്ടോമാറ്റിക്കലി സ്റ്റഡി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവും. നമുക്ക് മനസ്സിലാവും 25 മിനിറ്റ്സ് നമ്മൾ പഠിച്ച് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. ആ സ്കീമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 25 മിനിറ്റ് എപ്പോഴും നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി ഷാർപ്പായിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മുടെ മെമ്മറി നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, പോയിന്റ് നമ്പർ 5 ആണ് റിട്രീവിങ് ടെക്നിക്. ഈ റിട്രീവൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു, അതായത് സപ്പോസ് ഒരു പേജ് പഠിച്ചു, ഒരു പേജ് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക ചെയ്യുന്ന ഈ ഒരു പേജ് നമ്മൾ ഓർത്തെടുക്കാൻ ട്രൈ ചെയ്യാൻ, റീകോൾ ചെയ്യാൻ ട്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ സമ്മറി നോട്ട് എഴുതാൻ ട്രൈ ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടണോ? ഈ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. കാരണം ഇനിയും പഠിച്ച കാര്യം നമ്മുടെ ട്രെയിനിൽ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിലാണ് നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ചിലത് മെത്തേഡുണ്ട്. ഇതിപ്പോൾ എനിക്ക് പഠിക്കാനുള്ളത് വലിയ സെക്ഷൻസ് ആയിരിക്കും. ഇതല്ല, ഒരു 4-5 സെക്ഷനായിട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് സെക്ഷൻ പഠിക്കും, അതിൻ്റെ നോട്ട്സ് എഴുതിയിട്ട് ഓട്ടോ പരിപാടി കിട്ടേണ്ട വർക്കാവുന്നത്. പിന്നെ സെക്കൻഡ് വഴി അതുപോലെ നോട്ട് എഴുതിയിട്ട് ഓർത്തോണ്ട് സെറ്റാവുന്നത്. എന്നിട്ട് ഈ ഫസ്റ്റും സെക്കൻഡും ഒരുമിച്ചൊന്ന് വർക്കൗട്ട് ചെയ്യും. കാരണം സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ വർക്കാവുന്ന മെത്തേഡ്. അത് കഴിഞ്ഞ് അടുത്ത പടി അത് ഇൻഡിവിജ്വലായിട്ട് അത് ഇത് പിന്നെ 1, 2, 3 ഒരുമിച്ച് തപ്പും. അങ്ങനെ എത്ര സെക്ഷൻ ഉണ്ടോ അതിൻ്റെ എല്ലാം മെയിൻ പോയിൻറ്റ്സ്, അതായത് ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടണ്ടോ എന്ന് ഞാൻ അങ്ങനെ ചെയ്യുക. പിന്നുള്ളത് എൻവയൺമെൻറ്റൽ കൺട്രോൾ. നമ്മൾ പഠിക്കാനിരിക്കുന്ന എൻവയൺമെൻറ്റ് അതിന് പഠിക്കാൻ ആപ്റ്റായിരിക്കുക. പ്രോപ്പർ ലൈറ്റ് ഉണ്ടാവണം, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അടുത്തുണ്ടാകും. ഇപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പുസ്തകം, നോക്കും, ടാബ് ഉണ്ടെങ്കിൽ ടാബ്, പേന, പെൻസിൽ, റബ്ബർ, കച്ചറ എല്ലാം അവിടെ തന്നെ എക്സാം. ഇതൊക്കെ എടുക്കാനായിട്ട് പിന്നെ എണീച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇരുന്ന ആ 25 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് നമ്മൾ വിചാരിച്ച എത്ര സാധനം തീർക്കാൻ പറ്റണം. ആ സമയത്തിൽ നമ്മൾ എണീച്ച് പോയി പിന്നെ ചെയ്യാൻ ഒത്തത്. ലൈറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് കണ്ണതിനെ എടുക്കാണ്ടാവും, പിന്നെ തലവേദന എടുക്കും, പഠിക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരികയാണെങ്കിൽ എനിക്കത് ഭയങ്കര പെർഫെക്റ്റാണ്. ബാക്കിൽ നിന്ന് ലൈറ്റ് വന്നാൽ ഷാഡോ അടിക്കും, അപ്പോഴും ലൈറ്റിൻ്റെ പ്രശ്നമാണ്. ലൈറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൂഡിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് പഠിക്കാറുണ്ട്. പിന്നെ ഇരിക്കുന്ന സ്പേസിൽ റൂം മക്കളൊക്കെ ഇങ്ങനെ ഞാൻ പറയുക ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ ഇരിക്കുന്ന ആ ടേബിളും ആ ചെയറും ആ ഒരു ഇച്ചിരി സ്ഥലം നമ്മൾ പെട്ടെന്ന് കണ്ണ് എത്തണ ഒരു സ്ഥലം ഒന്ന് വൃത്തിയാക്കിയിട്ട് അത് കണ്ണിനിക്കുള്ള പറയുന്നു. അതുപോലെ അത് വർക്കാവും. കാരണം വേറെ വൃത്തികളൊന്നുമില്ല, എല്ലാം മൊത്തം പ്ലസൻ്റാണ്, ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരില്ല. ഇപ്പം ഈ എൻവയൺമെൻറ്റൽ കൺട്രോൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് റിവാർഡ് സിസ്റ്റം. അതായത് നമ്മളിതൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അണ്ട് നമ്മളത് ഓർത്തൊക്കെ റിട്രീവ് ചെയ്യാൻ ട്രൈ ചെയ്തു, നമുക്ക് സംഭവം വർക്കായി എല്ലാം കിട്ടുന്നുണ്ട്, പരിപാടിയെല്ലാം തലയുടെ അകത്ത് എന്ത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് ഇട്ട എഫേർട്ടിന് നമുക്ക് റിസൾട്ടും കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു സക്സസ് ആണ് ഈ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് വേണമെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കുകയോ ഒരു പാട്ട് കേൾക്കുകയോ എന്താണ് ഇന്ത്യ ഡിപ്പെൻസ്. നമ്മുടെ സക്സസ് നമ്മുടെ ചുമ്പോളിൽ വേണമെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞാലും മതി. ഇതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. ഈ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുന്നത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ്, വെറുതെ നന്മ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യത്തിൽ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുക, തോൾ. പിന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ്, എക്സസൈസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ. സ്ലീപ്പ് ബേസിക്കലി ഒരു 6 to 7 hours ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. കാരണം
ഈ ബ്രെയിൻ ഉണ്ടല്ലോ, പുള്ളിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി ഫോക്കാണ്, ഇച്ചിരി ഫോക്കസും ഒരു മെമ്മറിയൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യം റെസ്റ്റ് കിട്ടും. പിന്നെ എക്സസൈസ് പറഞ്ഞാൽ മറ്റേ വർക്കൗട്ട് ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഭയങ്കര മൂഡിനകത്തിരിക്കുകയാണ്, അന്നേരം 20 മിനിറ്റ് സ്പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ആ മൂടില്ലായ്മ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ പഠിക്കുന്നതിന് നോക്കുകയാണെങ്കിൽ ഒരു 10 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ മോർ ഓക്സിജൻ വരും, കുറച്ചും കൂടി ക്ലാരിറ്റി വരും, കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവാൻ പറ്റും നമുക്ക്. ഇതൊക്കെയാണ് എക്സസൈസ് ഉദ്ദേശിക്കാൻ. സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രെസ്ഡായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് അത് ചില്ലായിട്ടിരിക്കുക, പഠിക്കാതെ പഠിക്കുന്നതിൻ്റെ മുമ്പ് ചില്ലാവാൻ പറ്റുമെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഇരിക്കാം, കേട്ടിട്ട് ഇരിക്കാം, ഇരുന്നിട്ട് പിന്നെ കേൾക്കരുത്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ പ്രിപ്പയർ ആവും പഠിക്കാൻ വേണ്ടി. ബേസിക്കലി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ ഭയങ്കര ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ ഏതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര സൈക്കോളജിക്കലായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കാൻ ഉണ്ട് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ പഠിക്കണം എന്നൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഓടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നെങ്കിൽ ഇതൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്കതൊക്കെ സെറ്റാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര എനിക്കെന്തോ പ്രശ്നം ഉണ്ടാകുന്നില്ല. സൈക്കോളജിക്കലി നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക, നമ്മുടെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് സാധനമൊക്കെ വരും, ഇൻട്രസ്റ്റ് വരും. അല്ലെങ്കിൽ നമ്മുടെ ഒരാവശ്യമാണല്ലോ ഈ പഠിക്കുക എന്നുള്ളത്, അത് വർക്കാവാൻ ഭയങ്കരമാണ്. ഇതൊക്കെ ചെയ്താൽ മതി ബേസിക്കലി. ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതെല്ലാവർക്കും അറിയാമെങ്കിൽ അറിയാം, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കുറച്ചുകൂടി സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ വരാം. പ്രശ്നം ഡീറ്റെയിലായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ബൈ.